ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടിയാലോ? നമ്മുടെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും സഞ്ജു സാംസണും സ്മൃതി മന്ദാനി ജമീമ റോഡ്രിഗസും ഹർമൻപ്രീത് കൗറൊക്കെ കളിക്കുന്ന ഇന്ത്യൻ ടീമിൽ കളിക്കാൻ ഒരവസരം കിട്ടി എങ്ങനെ ഇരിക്കും? ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന, ക്രിക്കറ്റ് കളി കാണുന്ന, അതിനോട് താല്പര്യമുള്ള എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും ഒരു വട്ടമെങ്കിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളത്, ഒരു ദിവസമെങ്കിലും ഹീറോ ആയി മാറുക എന്നുള്ളത്. നമ്മുടെ സഞ്ജു സാംസൺ 2020 ലോകകപ്പിൽ ചെയ്ത പോലെ. ഇപ്പോ നിലവിലെ രീതി വെച്ചിട്ട് എങ്ങനെയാണ് ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷൻ നടക്കുന്നത്? ഒരാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അയാൾ ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ക്രിക്കറ്റ് കോച്ചിങ്ങും കാര്യങ്ങളുമായിട്ട് നടന്ന് ഓരോ ലെവലില് അണ്ടർ 12 അണ്ടർ 13 ലെവലൊക്കെ തൊട്ടിങ്ങട്ട് അണ്ടർ 14, അണ്ടർ 16, അണ്ടർ 19 എന്നൊക്കെ പറഞ്ഞ് തൻ്റെ കഴിവ് ഓരോ സ്റ്റേജിലും പ്രകടിപ്പിച്ച് കയറി വരണം. അണ്ടർ 12 മറ്റോ കാണിച്ചാലേ അണ്ടർ 13 പോകുള്ളൂ. ആ ഘട്ടത്തിൽ കഴിവ് പ്രകടിപ്പിച്ചാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് പോകുള്ളൂ. ഇങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് നിലവിലൊരു ഓപ്ഷൻ ഉള്ളത് നമ്മുടെ വൈഭവ് സൂര്യവംശിയെ പോലെയൊക്കെ IPL-ൽ ടാലന്റ് കാണിക്കണം. IPL-ൽ ടാലന്റ് കാണിച്ചാൽ ഇന്ത്യൻ ടീമിലേക്ക് എത്താം. ഇതാണ് രണ്ട് രീതികൾ. ഒന്നുകിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ, അല്ലെങ്കിൽ 2020 ലീഗുകൾ വഴി IPL-ൽ എത്തി IPL-ൽ കഴിവ് പ്രകടിപ്പിക്കണം. ഇത് രണ്ടുമല്ലാതെ എന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ല, വേറെ വഴികളൊന്നും ഇല്ല. അപ്പൊ ഇതിലേതെങ്കിലും ഒരു രീതിയിൽ കളിച്ച് ഇന്ത്യൻ ടീമിൽ എത്തുക എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള വഴി. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കഴിവ് പ്രകടിപ്പിച്ച് വരുന്നവരെ മാത്രം ടീമിലേക്ക് എടുക്കുന്നത്? കാരണം ലോകോത്തരമായ ഒരു കളിയാണ്, ലോകത്തിലെ പല രാജ്യങ്ങളുമായി കളിക്കുന്ന കളിയാണ്, പല രാജ്യങ്ങളിലെയും താരങ്ങൾക്കെതിരെ കളിക്കേണ്ടി വരും. അപ്പോൾ അതിന് മാത്രം ടാലന്റ് ഉള്ളവർക്ക് മാത്രമേ ഇതിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ചെറുപ്പം മുതലുള്ള ടാലന്റ് പരിഗണിച്ച് അവരുടെ പെർഫോമൻസ് പരിഗണിച്ച് ടീമിലേക്ക് എടുക്കുന്നത്. ഇനി ഇങ്ങനെയൊക്കെ ടാലന്റ് കാണിച്ചാലും ഇന്ത്യൻ ടീമിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റണമെന്നുണ്ടോ? ഇല്ല. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ സഞ്ജു സാംസൺ ഉൾപ്പെടെ. സഞ്ജു അവസാനം കളിച്ച കളിയിൽ സെഞ്ചുറി അടിച്ചു. അവസാനം കളിച്ച ഏകദിനത്തിൽ യശസ്വി ജയ്സ്വാൾ സെഞ്ചുറി അടിച്ചു. അവസാനം കളിച്ച പരമ്പരയിൽ ഋതുരാജ് ഗെയ്ക്വാദ് സെഞ്ചുറി അടിച്ചു. അവസാനം ബാറ്റ് ചെയ്ത മത്സരത്തിൽ ഇഷാൻ കിഷൻ സെഞ്ചുറി അടിച്ചു. ഇവര് ഈ പറഞ്ഞ 4 പേരും അടുത്ത ഇന്ത്യയുടെ ഏകദിന മത്സരം ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരത്തിൽ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏറിയാൽ ഇഷാൻ കിഷൻ കളിച്ചാൽ കളിച്ചു, അത്രയേ ഉള്ളൂ. കാരണം സഞ്ജുവും ഗെയ്ക്വാദും ജയ്സ്വാളും ടീമിന്റെ 15-അംഗ ടീമിൽ പോലും ഇല്ല. പിന്നല്ലേ കളിക്കുന്നതിനെ കുറിച്ച് അറിയിച്ചിട്ടുള്ളൂ. ആകെ 15-അംഗ ടീമിൽ ഉള്ള ഒരു വ്യക്തി ഇഷാൻ കിഷനാണ്. പക്ഷേ വിരാട് കോഹ്ലി തിരിച്ചു വന്നാൽ ഇഷാൻ കിഷൻ കളിക്കുമോ അതോ KL രാഹുൽ കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. രാഹുൽ ആവാനാണ് സാധ്യത. കാരണം മിഡിൽ ഓർഡറിൽ കളിക്കാൻ രാഹുലാണ് ഇഷാൻ കിഷനേക്കാൾ നല്ലത് എന്നുള്ളത് കൊണ്ടായിരിക്കും രാഹുലിനെ പരിഗണിക്കാനാണ് സാധ്യത. അപ്പോൾ അവസാന ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ച 4 പേര് ടീമിന് പുറത്താണ്. അപ്പോൾ ഒരാൾ ഒരു തവണ കഴിവ് പ്രകടിപ്പിച്ചാലൊന്നും ഇന്ത്യൻ ടീമിൽ എത്തിയാൽ തന്നെ നിലനിൽക്കാനോ കഴിയില്ല എന്ന് ചുരുക്കം. ഈ അവസ്ഥ മാറാൻ പോവുകയാണ്. ഇനി മുതൽ ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷൻ UPSC എക്സാം വഴിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോലുള്ള സാധാരണക്കാർക്കൊക്കെ നല്ല അവസരം കിട്ടുമല്ലോ. അത് മുന്നിൽ കണ്ട് നമ്മുടെ സർക്കാർ എടുക്കുന്ന പുതിയൊരു തീരുമാനമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്കുള്ള സെലക്ഷൻ UPSC എക്സാം വഴി ആക്കി. ഓൾ ഇന്ത്യയിലുള്ള ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും എഴുതാം. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് ഇടും. ആ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ടീമിൽ നിയമനം കൊടുക്കും. നിയമനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വിരമിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ പെർഫോം ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആ നിയമനം കിട്ടുന്നതോടുകൂടി നിങ്ങൾ ഈ എക്സാം എഴുതി ക്ലിയർ ആവുന്നതോടുകൂടി നിങ്ങളുടെ ബാധ്യത തീർന്നു. പിന്നെ നിങ്ങൾ കളി ജയിപ്പിച്ചോ, നിങ്ങൾ റൺസ് അടിച്ചോ, ഇന്ത്യ ജയിച്ചോ തോറ്റോ എന്നുള്ളതൊന്നും വിഷയമല്ല. നിങ്ങൾക്ക് സ്ഥിരമായി ശമ്പളവും അതിനുശേഷം പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. ഇങ്ങനെ രീതി നടപ്പിലായാൽ നന്നായിരിക്കില്ലേ? നന്നായിരിക്കും. കാരണം എന്താ, ക്രിക്കറ്റ് എന്നുള്ളതിൻ്റെ സ്പെല്ലിങ്ങോ ക്രിക്കറ്റ് എന്ന് സ്വന്തം മാതൃഭാഷയിൽ എഴുതാൻ അറിയാത്തവരെ വരെ ഈ എക്സാം എഴുതാൻ പോകും അല്ലേ? എന്തുകൊണ്ടാ? പഠിച്ചാൽ മതി അല്ലേ? ഒരു വട്ടം പഠിച്ച് പാസ്സായാൽ മതി. പാസ്സായ ആജീവനാന്ത സാലറി, പിന്നീട് അങ്ങോട്ട് പെൻഷൻ, മരണം വരെ ടെൻഷൻ അടിക്കേണ്ട. പിന്നെ നമ്മുടെ കഴിവൊരു വിഷയമല്ല. നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ടോ നോക്കുന്നില്ല, നമ്മൾ ഉണ്ടാക്കുന്ന റിസൾട്ട് പരിശോധിക്കുന്നില്ല. എന്തുകൊണ്ട് സുഖം. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ക്രിക്കറ്റ് അറിയാത്തവർക്ക് വരെ നോക്കിക്കൂടാ അല്ലേ? ക്രിക്കറ്റ് അറിയണമെന്നൊന്നുമില്ല, ആ സബ്ജക്ട് നോളജ് മാത്രം മതിയല്ലോ. അപ്പൊ അവർക്ക് പരീക്ഷ പഠിച്ച് പാസ്സാവാലോ. അതുപോലെ എന്ത് സുഖമായിരുന്നു അല്ലേ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ രീതി ഇതുവരെ ഇന്ത്യയിൽ നടപ്പിലാക്കാന്? പോട്ടെ, ഇനി അങ്ങോട്ട് നടപ്പിലാക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇത് കാണുന്ന കുറെ പേര് ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വിചാരിക്കുന്നുണ്ടാവും, എന്താണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. ഇങ്ങനെ ഒരു രീതി നടപ്പിലാവില്ല എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാലോ. പിന്നെ ഞാൻ എന്താ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്? ക്രിക്കറ്റോ ഫുട്ബോളോ പോലുള്ള എല്ലാ കായിക ഇനത്തിലും
കഴിവ് മാനദണ്ഡമാക്കിയാണ് താരങ്ങളെ തിരഞ്ഞെടുക്കുന്നത്, അല്ലേ? അല്ലാതെ ഒരു പരീക്ഷ നടത്തിയോ മറ്റാണോ? പോട്ടെ, രാഷ്ട്രീയക്കാരെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രീയക്കാരും പരീക്ഷ എഴുതി പാസ്സായിട്ടൊന്നല്ലല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു ഡിഗ്രി ഇല്ലല്ലോ. പിന്നെ എങ്ങനെ? അവർക്ക് കഴിവുണ്ടെന്ന് അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടാണ് വോട്ട് ചെയ്ത് വിജയിക്കുന്നത്. എല്ലാവരും കഴിവുള്ളതുകൊണ്ട് മാത്രം വിജയിക്കുന്നതല്ല, പാർട്ടി പവർ കൊണ്ട് കൂടിയാണ്. എന്നാലും എക്സാം എഴുതി പാസ്സായിട്ടല്ല, അവരുടെ കഴിവ് എങ്ങനെയെങ്കിലും എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയക്കാരെ ഞാൻ മാറ്റി നിർത്തുന്നു. ക്രിക്കറ്റിലും ഫുട്ബോളിലും മറ്റ് കായിക ഇനത്തിലൊക്കെ അത് ഉറപ്പാണ്. കഴിവുള്ളവനെ സർവൈവ് ചെയ്യുള്ളൂ. ഇനി കഴിവില്ലാത്തവനെ പൊളിറ്റിക്സ് വെച്ച് കയറ്റുമെന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരും വരണ്ട. ഇപ്പൊ ശുഭ്മാൻ ഗില്ല് ഇന്ത്യയുടെ T20 വൈസ് ക്യാപ്റ്റൻ വരെയും ഉറപ്പായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? T20 ലോകകപ്പ് കഴിയുന്നു, സൂര്യയെ പുറത്താക്കുന്നു, ഗില്ലിനെ ക്യാപ്റ്റൻ ആക്കുന്നു എന്നത് തന്നെയായിരുന്നു BCCI പദ്ധതി. പക്ഷെ പാളിപ്പോയില്ലേ? കാരണം ടീമിലെടുക്കാനേ BCCIക്ക് കഴിയുള്ളൂ. അവിടെ പെർഫോം ചെയ്യേണ്ടതും സർവൈവ് ചെയ്യേണ്ടതും ഗില്ലിന്റെ കഴിവിനെ അനുസരിച്ചിരിക്കും. ഗില്ല് കഴിവില്ലാത്ത താരമാണ് എന്നല്ല, പക്ഷെ 2020ക്ക് അത്ര തന്നെ സ്യൂട്ടായ, ഇന്ത്യയുടെ ഒരു അപ്രോച്ചിന് സ്യൂട്ടായ വ്യക്തി അല്ല എന്നുള്ള കാര്യത്തിൽ എനിക്കെതിരെ അഭിപ്രായമില്ല. അതിനേക്കാൾ നല്ല ഓപ്പണേഴ്സ് ഇന്ത്യക്ക് വേറെ കിട്ടാനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പുറത്തായതും ഇപ്പൊ ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായിട്ടും തിലക് വർമ്മ വൈസ് ക്യാപ്റ്റനായിട്ടും വന്നത്. ഈ കഴിവ് അഥവാ പെർഫോമൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള സെലക്ഷന് പകരം എക്സാം വെച്ച് സെലക്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഒരു കാലത്തും ഇത് മുന്നോട്ട് പോകില്ല അധിക കാലം എന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് പറയാൻ എനിക്കും അറിയാം. അതുകൊണ്ടായിരിക്കുമല്ലോ ഇതിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ഒരുപാട് പൈസ ചെലവാക്കി ആഭ്യന്തര ടൂർണമെന്റുകളും IPL ഒക്കെ നടത്തി. IPL ഒക്കെ നല്ല വരുമാനം ഇങ്ങോട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആഭ്യന്തര ടൂർണമെന്റുകൾ അത്ര തന്നെ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അവിടെ അങ്ങോട്ട് പൈസ ചെലവാക്കേണ്ട കുറെ കാര്യങ്ങളും ഉണ്ട്. എന്നിട്ടും ആഭ്യന്തര ടൂർണമെന്റുകൾ നടത്തി കായിക താരങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള കാര്യം പറയുന്നത് എന്തുകൊണ്ടാണ്? അത്രയും ടാലന്റ് ഉള്ളവർ നിന്നാൽ മാത്രമേ ഈ പ്രൊഫഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ മറ്റ് പ്രൊഫഷൻസിൽ അങ്ങനെയാണോ? അല്ല. ഇപ്പൊ ഞാനൊരു ടീച്ചറാണ്, എൻ്റെ വിഷയം അതാണ്. ടീച്ചിങ് ഇന്ത്യയുടെ ഭാവിയെ, ഇന്ത്യയുടെ എന്നല്ല ലോകത്തിൻ്റെ തന്നെ ഭാവിയെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നത് ടീച്ചേഴ്സാണ്. ഓരോ സ്റ്റുഡൻസിനെയും മോൾഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ടീച്ചേഴ്സാണ്. ആ ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൊസീജിയറിൽ ഇന്ത്യയെ കഴിവ് പരിഗണിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? PSC എക്സാം ആണ് കേരളത്തിൽ ടീച്ചർമാരെ നിയമിക്കാനുള്ള ഒരു വഴി. രണ്ടാമത്തെ വഴി ലക്ഷങ്ങളാണ്. ഞാൻ ഇപ്പം നാളെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ദിവസം മുമ്പ് ഒരു റീൽ കണ്ടു. 60 ലക്ഷം വേണം ടീച്ചറാവാൻ. തിരുവനന്തപുരത്തുള്ള ഒരു എയ്ഡഡ് സ്കൂള് 60 ലക്ഷം രൂപയാണ് ഒരു ടീച്ചറാവാൻ വേണ്ടിയിട്ട്, ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറഞ്ഞത്. അതിന് മേലെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയെങ്കിൽ അതും കൊടുക്കാൻ പറഞ്ഞത്. വേറൊരു വീഡിയോയിൽ കണ്ടു 50 ലക്ഷം ചോദിച്ചു. എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ട്. എൻ്റെ അടുത്തുള്ളൊരു സ്കൂള് 70 ലക്ഷം രൂപ ചോദിച്ചു. ആ സീറ്റ് 73 ലക്ഷത്തിനാണ് കൊടുത്തത്. ഈ രണ്ട് രീതിയാണെങ്കിലും ഇതിലെവിടെയാണ് കഴിവ് പരിശോധിക്കുന്നത്? എന്താണ് കഴിവ്? ഒരു ടീച്ചറെ സംബന്ധിച്ച് ടീച്ചറുടെ കഴിവ് എന്ന് പറഞ്ഞാൽ ആ ടീച്ചർക്ക് ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കാനുള്ള നോളജാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ തന്നെ, ഞാൻ ഇതിലൊന്നും പെടാത്തൊരു ടീച്ചറാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ PSC കിട്ടിയിട്ടുമില്ല, PSC എഴുതിയിട്ട് പോലും ഇല്ല കേട്ടോ, വേറെ കഥ. PSC എഴുതിയിട്ടുമില്ല, എയ്ഡഡ് സ്കൂളിൽ കയറിയിട്ടുമില്ല. അപ്പോൾ ഇതിൽ രണ്ടിലും പെടാത്തൊരു ടീച്ചർ എന്ന നിലയിൽ ഞാനൊരു പ്രൈവറ്റ് കേരള സിലബസ് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. അവിടെ 59 കുട്ടികളാണ് SSLC പരീക്ഷ ആ വർഷം എഴുതിയത്. അതിൽ 2 പേര് സ്ക്രൈബാണ്. അത് ഒഴിവാക്കിയാൽ 57 പേർ. ഈ 57 പേരിൽ 36 പേർക്ക് മാത്സിൽ A+ ആയിരുന്നു. എന്നാൽ ആ സ്കൂള് അത്ര വലിയ പഠിപ്പുള്ള സ്കൂളാണോ? അല്ല. ആ കുട്ടികളിൽ ഈ ഫുൾ A+ കിട്ടിയത് വെറും 7 പേർക്കാണ്. 9 A+ കിട്ടിയത് വെറും 10 പേർക്കാണ്. അപ്പൊ ആകെ 17 പേർക്കാണ് 9 A+, 10 A+ കിട്ടിയത്. ബാക്കിയുള്ളവരൊക്കെ അതിനും താഴെയുള്ള കുട്ടികളാണ്. ആ കുട്ടികളിൽ നിന്നാണ് ഞാൻ 36 പേർക്ക് A+ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഇനി ആ സ്കൂളിൽ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. റെസിഡൻഷ്യൽ സ്കൂളാണ്. ഏത് തരം എന്നുള്ളതൊന്നും അതിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പിന്നീട് വേണ്ടി വന്നാൽ പറയാം. റെസിഡൻഷ്യൽ സ്കൂൾ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവാദമില്ല. വൈകുന്നേര സമയങ്ങളിൽ വീട്ടിലേക്ക് വിളിക്കാനോ മറ്റോ ഫോൺ കിട്ടുന്നു എന്നല്ലാതെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ സംബന്ധിച്ച് അവരൊക്കെ ജെമിനി വന്നതെന്ന് പറഞ്ഞൊന്നും കൂടി എനിക്കറിയില്ല, തോന്നുന്നില്ല അറിഞ്ഞിട്ടുണ്ടാവുന്നത്. അതാണ് അവരുടെ അവസ്ഥ. അങ്ങനത്തെ കുട്ടികൾ എന്ന് വെച്ചാൽ അവർക്ക് കണക്കിനെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന 2 മെറ്റീരിയൽ, ഒന്ന് ഞാനും, രണ്ടാമത്തെ ലേബറിന്റെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് എത്ര കുട്ടികൾ ലേബറിന്റെ നോക്കി പഠിക്കുന്നുണ്ടാവും? വിരലിലെണ്ണാൻ അതുപോലും ഉണ്ടാവില്ല. വല്ല ക്വസ്റ്റ്യൻ ഹോംവർക്ക് കൊടുക്കുമ്പോൾ അത് നോക്കി എഴുതാൻ ലേബറിന്റെ ഉപയോഗിക്കുന്ന കുട്ടികളെ ഉണ്ടാവുള്ളൂ. അല്ലാതെ പഠിക്കാൻ വേണ്ടി ലേബറിന്റെ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടാവും. അപൂർവങ്ങളിൽ അപൂർവമാണ്. അങ്ങനെ ആ അപൂർവങ്ങളിൽ അപൂർവപ്പെട്ട 57 കുട്ടികൾ
മൊബൈൽ ഫോണില്ല, യൂട്യൂബ് ക്ലാസ്സുകളില്ല, മറ്റ് സപ്പോർട്ടുകളില്ല. ഞാനും ലേബർ. അങ്ങനെയുള്ള കുട്ടികളിൽ നിന്നാണ് 57 പേരിൽ നിന്ന് ഞാൻ 36 പേരെ A+ ആക്കി എടുത്തത്. എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് കിട്ടുന്ന റിസൾട്ടാണ് അധ്യാപകന്റെ കഴിവ്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഈ റിസൾട്ട് കാണിക്കാൻ പറ്റിയ PDF ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും റിസൾട്ട് ഉണ്ടാക്കിയ എനിക്ക് ഏതെങ്കിലും എയ്ഡഡ് സ്കൂളിൽ ജോലി കിട്ടുമോ? ലക്ഷങ്ങൾ കൊടുക്കാതെ? ഇല്ല. ഏതെങ്കിലും ഗവൺമെന്റ് സ്കൂളിൽ ജോലി കിട്ടുമോ? ഇല്ല. ഏതെങ്കിലും ഗവൺമെന്റ് സ്കൂളിൽ ഡെയിലി വേജ് കിട്ടുമോ? ഇല്ല. എന്തുകൊണ്ട്? ഡെയിലി വേജ് കിട്ടണമെങ്കിൽ PSC റാങ്ക് ലിസ്റ്റ് കിട്ടണം. PSC റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ PSC റാങ്ക് ലിസ്റ്റിൽ പെട്ട 2 പേര് അവിടെ വന്നിട്ടുണ്ട് വിചാരിക്കാം. അവർക്ക് പിന്നെ എന്ത് കിട്ടണം? എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്തത് ഏറ്റവും നേരത്തെ ആരാണോ അവർക്ക് കൊടുക്കണം. പിന്നെ പഞ്ചായത്ത്, ജില്ല എന്ന് പറഞ്ഞിട്ട് വേറെ കുറേ ക്രൈറ്റീരിയ ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ക്രൈറ്റീരിയയും കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഏറ്റവും അവസാനം, നമ്മൾ ഇതിലൊന്നും പെടില്ല. എന്നാൽ ഞാൻ ഉണ്ടാക്കിയ റിസൾട്ടിനെ അറിയാവുന്നവർക്ക് അതിൻ്റെ വില അറിയാം. പക്ഷേ എനിക്ക് ജോലി കിട്ടുമോ? ഇല്ല. അപ്പൊ കഴിവ് നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിവ് നോക്കുന്നില്ല. PSC എക്സാം കഴിവാണെന്നാണ് കുറെ പേരുടെ കമന്റ്. ഞാൻ ഈ ചെയ്ത വീഡിയോയിൽ കുറെ പേര് കമന്റ് ചെയ്തത് ഭയങ്കര കഴിവുള്ളതുകൊണ്ടാ PSC എക്സാം കിട്ടിയത്. അത് എത്ര ഈസി അല്ല, ഭയങ്കര പണിയാണ്. ഞങ്ങൾക്ക് കുട്ടികളുണ്ട്, മക്കളുണ്ട്, അവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് പഠിച്ചുണ്ടാക്കിയത്. ആയിക്കോട്ടെ, നിങ്ങൾക്ക് കുട്ടികളുടെ കുറ്റം കൊണ്ടൊന്നല്ലോ. നിങ്ങളോട് കല്യാണം കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതെന്റെ വിഷയമല്ല. പിന്നെ PSC എക്സാം ഈസി അല്ല, ബുദ്ധിമുട്ടാണ്. ആണ്, ഞാൻ ആ വീഡിയോയിലും പറഞ്ഞു ആണ്. പക്ഷെ എന്റെ പോയിന്റ് എന്താ? PSC എക്സാം എഴുതി കിട്ടുക എന്ന് പറഞ്ഞാൽ ഈസിയായ പരിപാടിയാണെന്ന് ഞാൻ പറയുന്നേ ഇല്ല. ഒരു പണി എടുക്കാതെ വീട്ടിലിരിക്കുന്നവർക്ക് ഇത് ഇരുന്ന് പഠിച്ചുണ്ടാക്കി എഴുതാം. അല്ലെങ്കിൽ കുറെ കാലം ഇതിന് എന്താ പറയുക സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നവർക്കും എഴുതാം. അല്ലെങ്കിൽ ബ്രില്യൻ്റ് ആയ ഒരാളാണെങ്കിൽ ചിലപ്പോൾ പണിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ പഠിച്ചെഴുതാം. ഒക്കെ നടക്കും. ഒക്കെ ഞാൻ അംഗീകരിക്കും. PSC അങ്ങനെ തന്നെയാണ്. പക്ഷേ എൻ്റെ പോയിന്റ് എന്താ? നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചോ, പണിയെടുത്തോ, PSC എഴുതി കിട്ടിയോ എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. PSC ഒരു ടീച്ചറുടെ ടീച്ചിങ് എബിലിറ്റി അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള കഴിവ് പരിശോധിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ 100% ഉറപ്പ് പറയുന്നു, അങ്ങനെ ഒരു കഴിവ് പരിശോധിക്കുന്നില്ല. PSC എക്സാം എഴുതി കിട്ടുക എന്ന് പറഞ്ഞാൽ പ്യൂർലി അതൊരാളുടെ പഠിക്കാനുള്ള കഴിവാണ്, പഠിപ്പിക്കാനുള്ള കഴിവല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അതന്നെയാണ് പറഞ്ഞത്, ഞാൻ ഇനിയും അതന്നെ പറയും. ഒരാൾക്ക് PSC കിട്ടി എന്നുള്ളതും കൊണ്ട് അയാൾ ഒരു മികച്ച ടീച്ചറാവില്ല. ഒരാളുടെ അച്ഛൻ്റെയിലോ അമ്മയുടെയിലോ വെട്ടിയോൻ്റെയിലോ പൈസ ഉണ്ട്, അതുകൊണ്ട് ഞാനൊരു എയ്ഡഡ് സ്കൂൾ ടീച്ചറായി, അതുകൊണ്ട് ഞാൻ ഗംഭീര ടീച്ചറാണ് ആവണമെന്നില്ല. അത് വെറുതെയാണ്. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലെ എല്ലാ ടീച്ചേഴ്സും കഴിവില്ലാത്തവരാണെന്നല്ല ഞാൻ പറഞ്ഞു. ഇനി അത് പറഞ്ഞുകൊണ്ട് ആരും വരണ്ട. പക്ഷേ ഭൂരിപക്ഷവും കഴിവില്ലാത്തവർ തന്നെയാണ്. പഠിക്കാനുള്ള കഴിവോ പൈസയുടെ പവറോ മാത്രമുള്ളവരാണ്. അതിന് തെളിവാണ് ഓരോ കൊല്ലം കഴിയുന്തോറും സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നത്. അല്ല, ഇവരൊക്കെ നല്ല കഴിവുള്ളവരായില്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം കൂടല്ലേ വേണ്ട? സംഭവിക്കുന്നില്ല. അടുത്ത കാര്യം, ടീച്ചേഴ്സിന്റെ കഴിവുകേടിന് ഉദാഹരണമാണ് പ്രൈവറ്റ് ട്യൂഷൻ സെന്ററുകളും സൈലം, എക്സാമിനർ, എജോപോർട്ട്. എന്തിനധികം ഒരു പേരും പ്രശസ്തിയില്ലാത്ത എനിക്ക് വരെ കഴിഞ്ഞ ഓണപ്പരീക്ഷയ്ക്ക് കിട്ടിയ, എൻ്റെ യൂട്യൂബ് ക്ലാസ്സുകൾക്ക് ഓണപ്പരീക്ഷയ്ക്ക് കിട്ടിയ റീച്ച്. ഇപ്പൊ 3300 സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല എൻ്റെ ചാനൽ. എൻ്റെ കഴിഞ്ഞ ഓണപ്പരീക്ഷ കാലത്തൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ചാനൽ തുടങ്ങി 2 മാസമായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും? ആ സബ്സ്ക്രൈബേഴ്സിനെ മാത്രം വെച്ച് എനിക്ക് കിട്ടിയ വീഡിയോസിന്റെ റീച്ചാണ് ഞാൻ ഇവിടെ കാണിച്ചത്. അതിൽ ആ 9000 കിട്ടിയ വീഡിയോ ഞാൻ ഓണം എക്സാമിന് 4 ദിവസം മുമ്പാണ് പോസ്റ്റ് ചെയ്ത്. ഒരു പക്ഷേ ആ വീഡിയോ ഞാൻ 10 ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ 9000 ചിലപ്പോൾ എവിടെയോ എത്തിയേനെ. ഞാൻ അതോടുകൂടി ചിലപ്പോൾ രക്ഷപ്പെട്ടേനെ. അങ്ങനെ സൈലം, എക്സാമിനോ അല്ലെങ്കിൽ അഖിൽമാരായിക്കലിനോ റീച്ച് വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാ? നിങ്ങൾ ഈ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ പഠിപ്പിക്കുന്നത് മനസ്സിലാവാണ്ടാണ്, വേറെ ഒന്നുമല്ല. അവര് ചെയ്യുന്നത് ശരിയല്ല, അവരുടെ ടീച്ചിങ് മെത്തേഡ് ശരിയല്ല, അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് ശരിയായ രീതിയിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല കുട്ടികളോട്. അപ്പം എൻ്റെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്താ സബ്ജക്ട് നോളജ്. നിങ്ങൾക്ക് സബ്ജക്ട് നോളജ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് എന്നേക്കാൾ സബ്ജക്ട് നോളജ് ഉണ്ടായിരിക്കും, സമ്മതിച്ചു. ഈ സബ്ജക്ട് നോളജ് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനെ കുറിച്ച് നല്ല അറിവുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നല്ല ടീച്ചർ ആവില്ല. അത് വെറുതെയാണ്. സബ്ജക്ട് നോളജ് ഉള്ള ഒരാൾക്ക് നന്നായി പഠിച്ച് PSC എഴുതി കയറാൻ പറ്റിയിരിക്കും. പക്ഷെ അവരൊരിക്കലും എന്താവില്ല, ഒരു നല്ല ടീച്ചർ ആവണമെന്ന് നിർബന്ധമില്ല. ആവാതിരിക്കാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെയുള്ളവർ ജീവിച്ചു പോകുന്നത്. ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഞാൻ പ്രൈവറ്റ് ട്യൂഷൻ സെന്റേഴ്സിൽ ട്യൂഷൻ എടുത്തിട്ടാണ് ജീവിക്കുന്നത്. അതെന്താ കാരണം? ഞാൻ ഇപ്പൊ എടുക്കുന്ന മെയിൻ ട്യൂഷൻ സെന്ററിന്റെ അടുത്തൊക്കെ 2 മെയിൻ ട്യൂഷൻ സെന്ററിലാണ് ഞാൻ കാര്യമായിട്ട് എടുക്കുന്നത്. 2 ഗവൺമെന്റ് സ്കൂളാണ്. ഒന്നിന്റെ അടുത്ത് കൂടെ കുറെ എയ്ഡഡ് സ്കൂളുകളും ഉണ്ട്, പക്ഷെ മെയിനായിട്ട് ഗവൺമെന്റ് സ്കൂളുകളാണ്. അപ്പോൾ ഈ ടീച്ചേഴ്സിന് ക്വാളിറ്റി ഇല്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവുന്നോണ്ടില്ല. PSC അനുഭാവികൾക്കൊഴികെ
PSC എഴുതി കിട്ടി നമ്മളാണ് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ഞാൻ പറഞ്ഞതിനെ എതിർക്കാൻ തോന്നുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ അങ്ങനെ ജോലിക്ക് കയറിയവർക്ക് മാത്രമേ എന്നെ എതിർക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവരൊക്കെ എന്നെ അനുകൂലിക്കും. എൻ്റെ ഈ വീഡിയോക്ക് താഴെ തന്നെ അതിനുള്ള അനുഭവങ്ങളുണ്ട്. എന്നെ അനുകൂലിച്ച ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ ക്രിമികേടി ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് PSC കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതാവും ഇനി അടുത്ത പോയിന്റ്. എനിക്ക് PSC കിട്ടണമെങ്കിൽ ഞാൻ അത് എഴുതണ്ടേ? ഞാൻ ആ പരിപാടിക്ക് നോക്കിയിട്ടേ ഇല്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നില്ല PSC കിട്ടി ജീവിതത്തിൽ ഭയങ്കര സംഭവമാണെന്ന് തോന്നുന്നു. അതൊന്നും അല്ല എൻ്റെ ലൈഫ്. എനിക്ക് ടീച്ചിങ് കഴിവുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. അതുള്ളത്തോളം കാലം ഞാൻ ജീവിക്കും. അല്ലെങ്കിൽ വേറെ പണി അറിയാം. അതുകൊണ്ട് എനിക്ക് ആ ടെൻഷനില്ല. ഞാൻ എഴുതിയിട്ടില്ല HSA LP UP ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. സോ ഇനി അത് പറഞ്ഞുകൊണ്ട് ആരും വരില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതുകൂടി പറഞ്ഞത്. അപ്പം എൻ്റെ പോയിന്റ് എങ്ങനെയാണ്? ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആ ക്രിക്കറ്റിനെ പറ്റി ഏറ്റവും നല്ല നോളജ് ഉള്ള വ്യക്തി ആ ക്രിക്കറ്റ് നിയന്ത്രിക്കുന്ന അമ്പയർ ആയിരിക്കും. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ആ റഫറിക്ക് ആയിരിക്കും ഫുട്ബോളിനെ പറ്റി ഏറ്റവും നല്ല നോളജ്. മെസ്സിയേക്കാൾ കൂടുതൽ നോളജ് ഉണ്ടാവണം റഫറിക്ക്. വിരാട് കോഹ്ലിയൊക്കെ നന്നായിട്ട് നോളജ് ഉണ്ടാവണം ക്രിക്കറ്റ് നിയന്ത്രിക്കുന്ന അമ്പയർക്ക്. കാരണം എന്നാലും ഇത് നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ പറ്റും എന്ന് വിചാരിച്ച ആരെങ്കിലും അവിടെ പിടിച്ച് കളിക്കാൻ ഇറക്കുമോ? വൈഭവ് സൂര്യവംശി നന്നായിട്ട് കളിക്കുന്നു. എന്നാൽ സൂര്യവംശിയുടെ കോച്ചിനെ പിടിച്ചിറക്കിക്കൂടെ? കോച്ച് നന്നായി പഠിപ്പിച്ചില്ലേ? അതുകൊണ്ടല്ലേ ഇയാൾ നന്നായി കളിക്കുന്നത്? നടക്കുന്ന പരിപാടിയാണോ? ഇതൊന്നും നടക്കുന്ന പരിപാടിയല്ല. അവിടെയൊക്കെ കഴിവ് വേണം. കളിക്കളത്തിൽ എന്ത് കാണിക്കുന്നുള്ള സബ്ജക്റ്റ് നോളജ് കൊണ്ട് പുഴുങ്ങി തന്നെ കൊണ്ട് ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും മുന്നോട്ട് പോകില്ല. അപ്പൊ പേപ്പറിൽ എഴുതി വെക്കലോ OMR ഷീറ്റ് കറപ്പിക്കലോ അല്ല കഴിവ്. അത് വേറൊരു കഴിവാ, പഠിക്കാനുള്ള കഴിവ്. അതല്ല പഠിപ്പിക്കാനുള്ള കഴിവ്. ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ് ഈ വീഡിയോയിലും അതന്നെ പറയുന്നു. സ്പോർട്സ് പോലുള്ള ഇനങ്ങളിൽ കഴിവിന് പ്രാമുഖ്യം കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന ടീച്ചിങ് എന്നുള്ള പ്രൊഫഷനിൽ കഴിവിന് മാനദണ്ഡാവുന്നില്ല? ഇനി ടീച്ചിങ് PSCയിൽ ഇന്റർവ്യൂ ഉണ്ടെന്നൊന്നും പറഞ്ഞ ഒരാളും വരുന്നുണ്ട്. ദയവ് ഇത് എങ്ങനെ നിങ്ങൾ ആ ഇന്റർവ്യൂ നടത്തുന്നത് അതും കൂടി പറഞ്ഞു പോകാലോ. ആ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ PSC എക്സാമിന്റെ മെയിൻ ലിസ്റ്റ് വരും. ആ മെയിൻ ലിസ്റ്റിലും അല്ലെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിലും ഉള്ളവരല്ലേ PSC ഇന്റർവ്യൂ നടത്തുള്ളൂ. ഇന്റർവ്യൂവിൽ പോയിട്ട് ഏതെങ്കിലും 4 ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയും, അല്ലെങ്കിൽ ഒരു ഡെമോ ക്ലാസ് എടുക്കും. ഇവിടെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നവനെ അറിയാം ഇതിന്റെ ആൻസർ എന്താണ്. ഡെമോ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവനെ അറിയാം ഇവരെന്ത് ഡെമോ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇവര് പറയുന്ന കാര്യം, ഇപ്പൊ ഞാൻ ഡെമോ ക്ലാസ് എടുക്കുകയാണ്, എന്റെ നോക്കിക്കൊണ്ടിരിക്കുന്ന അതിന് മാർക്ക് ഇടാൻ നിൽക്കുന്ന എക്സാമിനർക്ക് ആ സബ്ജക്റ്റ് അറിയും. അപ്പൊ അവർക്ക് ഞാൻ പറയുന്നത് വേഗം മനസ്സിലാവും. പക്ഷെ അങ്ങനെയാണ് ഒരു കുട്ടിക്ക് ക്ലാസ് എടുക്കുന്നത്. ആ കുട്ടിക്ക് അതിനെ പറ്റി ഒരു നോളജും ഉണ്ടാവില്ല. ഒരു നോളജും ഇല്ലാത്ത ഒരു കുട്ടീനെ മുന്നിലാണ് നമ്മൾ ക്ലാസ് എടുക്കേണ്ടത്. ആ കുട്ടിക്കാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അല്ലാതെ ഇതെല്ലാം അറിയുന്ന സബ്ജക്ട് എക്സ്പേർട്ടിന്റെ മുന്നിൽ ഇതിന്റെ ക്ലാസ് എടുക്കുന്നു, ഇന്റർവ്യൂ നടത്തുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആരും വരുത്താത്തൊക്കെ വേറെ കളി. ഇനി ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഈ മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റിലും ഉള്ളവർക്ക് ഇന്റർവ്യൂ നടത്തി ഡെമോ ക്ലാസ് എടുപ്പിച്ചു എന്ന് വിചാരിച്ചോ? അത് നടക്കണില്ല, വാർക്കഥ. വിചാരിച്ചോ അതിലുള്ളവർക്ക് ഒന്നും ടീച്ച് ചെയ്യാനുള്ള കഴിവില്ലാന്ന് വിചാരിക്കുക. അതിന് പുറത്തുള്ളവരെ ജോലിക്ക് വെക്കുമോ? ഇല്ല. കാരണം സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും ജനങ്ങളുടെ കണ്ണ് പൊടിയിടാൻ ആരെങ്കിലുമൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചേഴ്സ് വേണം. അത്രയേ ഉള്ളൂ. അതിനൊരു മെത്തേഡ് വേണം. അതാണ് PSC. കുട്ടികളെ എങ്ങനെ ടീച്ചർ ടീച്ച് ചെയ്യുന്നു, അവർക്ക് എന്തൊക്കെ കിട്ടുന്നു എന്നുള്ളത് സർക്കാരിന്റെ വിഷയമല്ല. കാരണം നല്ല ബ്രില്യൻ്റ് ആയ കുറച്ച് കുട്ടികളുണ്ടാവും, അവരാണ് കയറി പോയാൽ മതി. സർക്കാരിന് വേണ്ട ആൾക്കാർ അവിടെ നിന്ന് കിട്ടും. ബാക്കിയുള്ളവരെ എങ്ങനെയാച്ചാ പോയിക്കോട്ടെ, അവരെന്തിനാച്ചാ പോയിക്കോട്ടെ എന്നുള്ള രീതിയാ. എല്ലാവരും പരിഗണിക്കുക എന്നുള്ളൊരു സിസ്റ്റം നമ്മുടെ നാട്ടിലില്ല. അപ്പൊ എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ടീച്ചിങ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊഫഷണൽ കോഴ്സിനും കഴിവായിരിക്കണം മാനദണ്ഡം. അല്ലാതെ PSCയിൽ കാണാപ്പാടം പഠിച്ചോ OMR കർപ്പിച്ചോ എയ്ഡഡ് സ്കൂളിൽ ലക്ഷങ്ങൾ കൊടുത്തോ എന്നുള്ളതാവരുത്. അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഓക്കെ, താങ്ക് യു.